രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് കോടതി തടഞ്ഞു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ വാർത്തയാണ് ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് കേരള ഹൈക്കോടതി തടഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഒരുപക്ഷെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള വാർത്തകൾ പരക്കുകയും രാഹുൽ ഒളിവിൽ പോവുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി തരുന്നു. രാഹുലിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പ്രേക്ഷകർ നമുക്ക് അറിയിക്കാനുള്ളത്. കുറച്ച് ദിവസങ്ങളായി ശരിക്കും കോൺഗ്രസിൽ നിന്നും പുറത്താക്കി രാഹുലിൻ്റെ അറസ്റ്റ് നടത്താൻ പോലീസിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് നിർണായകമായ തീരുമാനം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വന്നിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുമെന്നാണ് അറിയുന്നത്. വിഷ്ണു പറയൂ വിഷ്ണു, എന്താണ് കോടതിയിൽ നിന്ന് ഉണ്ടായ കൂടുതൽ വിവരം? സ്വാഭാവികമായ നടപടിയാണ്. സാധാരണഗതിയിൽ ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ വന്നു കഴിഞ്ഞാൽ അത് സുപ്രീം കോടതി പ്രൊവിഷൻ അനുസരിച്ച് അറസ്റ്റ് തടയാറുണ്ട്. അത് തന്നെ ഇവിടെയും ആപ്ലിക്കബിൾ ആയി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കേസിനെ അടുത്ത 15-ാം തീയതി ആയിരിക്കും വീണ്ടും പരിഗണിക്കുക. അതുവരെയാണ് രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ഒപ്പം രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇതിനോടകം തന്നെ പോലീസിനോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ പോയിരിക്കുകയാണ്. രാഹുലിനെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസമായ ഒരു കാര്യമാണ്. രാഹുൽ ഇത് തന്നെയാണ് പ്രതീക്ഷിച്ച് ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്തത്. പക്ഷേ നേരത്തെ ആദ്യം തന്നെ ഹൈക്കോടതിയിലേക്ക് എത്തിയിരുന്നെങ്കിൽ അത് വലിയ തിരിച്ചടിയിലേക്ക് പോകുമെന്ന് രാഹുലിന്റെ അഭിഭാഷകർ നിർദ്ദേശം നൽകിയിരുന്നു. അതായത് നേരിട്ട് ഹൈക്കോടതിയിലേക്ക് ഹർജി നൽകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഹൈക്കോടതി അത് കീഴ്ക്കോടതിയിൽ പോകാൻ പറയും, അല്ലെങ്കിൽ ഹൈക്കോടതി അത് തള്ളും. അങ്ങനെ ഒരു സാഹചര്യം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഏറ്റവും ആദ്യം തന്നെ സെഷൻസ് കോടതിയിലേക്ക് പോയത്. അവിടെ ജാമ്യ ഹർജി തള്ളി. അതിന് പിന്നാലെ ഇന്നലെ ഹൈക്കോടതിയിൽ അഭിഭാഷകനായ എസ് രാജീവ് മുഖേന രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ആ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. താനും അവരും തമ്മിലുള്ള വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്മേലുണ്ടായ ഒരു പരാതിയാണ്. തന്നെ രാഷ്ട്രീയമായി തകർക്കുകയാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഈ അന്വേഷണത്തിലെമ്പാടും പോലീസ് രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രാഹുൽ ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ജാമ്യാപേക്ഷയുടെ മെറിറ്റിലേക്കൊന്നും ഈ ഘട്ടത്തിൽ ഹൈക്കോടതി കടന്നിട്ടില്ല. ഇതൊരു സ്വാഭാവിക നടപടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മെറിറ്റിലേക്കൊക്കെ കടന്നുള്ള വാദം 15-ാം തീയതി ആയിരിക്കും ഉണ്ടാക്കുക. അത് പോലീസിന്റെ കൂടി വെർഷൻ ലഭിച്ച ശേഷം മാത്രമായിരിക്കും അതിലൊരു വിശദമായ വാദത്തിലേക്കൊക്കെ പോകുക. ഇപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമാണ്. 15-ാം തീയതി വരെ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. രാഹുലിന് വേണ്ടി അഡ്വക്കേറ്റ് എസ് രാജീവാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തത്. വിശദീകരണം തേടിക്കൊണ്ട്, പോലീസിന്റെ വിശദീകരണം തേടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ, രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ പല കേസുകളിലും, ഇത്തരത്തിൽ ബലാത്സംഗവുമായി ബന്ധപ്പെട്ടുള്ള പല കേസുകളിലും സമാനമായ നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ, റാപ്പർ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഘട്ടത്തിൽ, അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് വേടനെതിരെ കേസെടുത്തെങ്കിൽ, ആ ഘട്ടത്തിലും ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ നോട്ട് ടു അറസ്റ്റ് വേടന് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒരു സുപ്രീം കോടതി പ്രൊവിഷനാണ്. സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഒരാൾ ഹൈക്കോടതിയിൽ വന്നാൽ അയാൾ കേൾക്കേണ്ടത് ഹൈക്കോടതിയുടെ ഉത്തരവാദിത്തമാണ്. ആ പശ്ചാത്തലത്തിൽ അയാളുടെ അറസ്റ്റ് തടയാൻ ഹൈക്കോടതിയുടെ വിവേചനാധികാരം അനുവദിക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് നിലവിൽ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ഇത് കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടോ അല്ലെങ്കിൽ അതിന്റെ മറ്റു വിശദാംശങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടല്ല. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് നിലവിലൊരു നോട്ട് ടു അറസ്റ്റ് അത് അങ്ങേയറ്റം ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ഒരല്പം ക്ഷീണം ചെയ്യുന്ന കാര്യമാണ്. പോലീസ് രാഹുലിന്റെ അറസ്റ്റ് സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെ രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി അങ്ങോളം ഇങ്ങോളം ഒക്കെയുള്ള പരിശോധനകൾ, അവിടെ ഇവിടെയായി രാഹുൽ ഉണ്ട് എന്നുള്ള സൂചനകൾ, രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തുവെന്ന വാർത്തകളടക്കം പുറത്തു വന്ന ഘട്ടത്തിലാണ് പോലീസിനെ സംബന്ധിച്ച് രാഹുലിനെ പിടികൂടാൻ പറ്റുന്നില്ല എന്നൊരു ആക്ഷേപമായി നിലനിൽക്കുന്നത്. അത് ഉറപ്പായും പ്രതിപക്ഷം അതിന് രാഷ്ട്രീയമായി കൂടി അതിനെ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. രാഹുലിന് പോലീസായി അവസരം ഒരുക്കി എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഉയരുകയും പല വേദികളിലായി
ചർച്ച ചെയ്യപ്പെടുകയും ആക്ഷേപങ്ങളായി ഉയർത്തുകയും ഒക്കെ ചെയ്തതാണ്. അതിന് കൂടുതൽ ബലം നൽകുന്നതാണ് ഇപ്പോൾ രാഹുലിന്റെ ഈ നോട്ട് ടു അറസ്റ്റ്. അതൊരു സാങ്കേതികമായ നടപടിയുടെ ഭാഗം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് മെറിറ്റിലേക്കോ ഈ കേസിന്റെ വാദപ്രതിവാദങ്ങളിലേക്കോ ഒന്നും പോയിട്ടില്ല. പക്ഷേ രാഹുലിന് നിലവിൽ താൽക്കാലിക ആശ്വാസം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച അല്ലെങ്കിൽ അത് നൽകിയ പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ അറസ്റ്റ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചത്. ഈ സെഷൻസ് കോടതിയിൽ നിന്നടക്കം വലിയ വിമർശനങ്ങൾ രാഹുലിന് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. രാഹുലിന്റെ അഭിഭാഷകൻ സെഷൻസ് കോടതിയിൽ പറഞ്ഞത് ബലാത്സംഗം പ്രാഥമികമായി നിലനിൽക്കില്ല എന്നാണ്. പക്ഷേ സെഷൻസ് കോടതി അതിനെ പൂർണ്ണമായും തള്ളിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തേത് അതൊരു കൺസെഷണൽ സെക്സ് ആണെന്ന് അംഗീകരിക്കുന്നു. പക്ഷേ വീണ്ടും വീണ്ടും രാഹുൽ ആവർത്തിച്ച് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഭീഷണിപ്പെടുത്തിയാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ റേപ്പ് അവിടെ നിലനിൽക്കുമെന്ന് സമർത്ഥിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നു. ഒപ്പം ഭീഷണിപ്പെടുത്തൽ തുടർച്ചയായി ഭീഷണിപ്പെടുത്തിയെന്ന് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഉണ്ടായിരുന്നു. ഗർഭഛിദ്രം നടത്തിയടക്കമുള്ള വാദങ്ങളും പ്രോസിക്യൂഷന് സ്ഥാപിച്ചെടുക്കാൻ പറ്റി. അങ്ങനെയാണ് സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി തള്ളിയത്. സെഷൻസിൽ അത്ര മെറിറ്റിലേക്കൊക്കെ ഒരു കേസിന്റെ വാദം പോകുന്നത് വളരെ വിരളമാണ്. പക്ഷേ ഈ കേസിൽ അങ്ങനെ പോയി അത് തള്ളി. അതിനുശേഷമാണ് രാഹുൽ ഈ ഓർഡർ അടക്കം കാണിച്ചുകൊണ്ട് ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 16 സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഫാക്ട്സ് ആണ് രാഹുൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞത്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഹർജി എന്നായിരുന്നു. അതിനുശേഷം രാഹുൽ പറഞ്ഞത് താനും ഈ പരാതിക്കാരിയും തമ്മിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അത് താൻ പുറത്തുവിട്ടു എന്നുള്ള വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തനിക്കെതിരെ പരാതി നൽകിയെന്നാണ്. അതോടൊപ്പം ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് തനിക്കൊരു ബന്ധവുമില്ല, താൻ അതിൽ നിരപരാധിയാണെന്ന് രാഹുൽ പറയുന്നു. തനിക്കെതിരെയുള്ള അലിഗേഷൻസ് എല്ലാം തെറ്റാണെന്ന് രാഹുൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.